ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുരോഹിതരായ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് തങ്ങളുടെ ജീവിത ദുഃഖങ്ങളും പങ്കുവെച്ചുകൊണ്ട് നിരവധി ആളുകൾ കടന്നു വരാറുണ്ട്. ഞങ്ങൾ അവരുടെ വിഷമങ്ങൾ ശ്രവിക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരിയധികം ആളുകളുടെ ജീവിത ദുഃഖങ്ങൾ കേട്ട് പഴകിച്ച എൻ്റെ ചെവികൾക്ക് ഒപ്പം എൻ്റെ തന്നെ ജീവിത ദുഃഖങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുടെ ജീവിത ദുഃഖങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിത സഹനങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണ്, ആരും കാണത്തില്ല. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു പരാതി ഇതാണ്: എൻ്റെ അച്ഛ, വീട്ടിലെല്ലാവരും ഉണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ടായേക്കാം. പക്ഷേ എനിക്കൊരു ദുഃഖമുണ്ടാകുമ്പോൾ, എനിക്കൊരു സഹനമുണ്ടാകുമ്പോൾ ആ ദുഃഖത്തെ അതിൻ്റെ ആധിക്യത്തിൽ 100% മനസ്സിലാക്കുവാൻ അച്ഛാ ഈ ഭൂമിയിൽ ആരുമില്ല. ആൾക്കൂട്ടത്തിൽ തനിയെ എന്നതുപോലെയാണ് എൻ്റെ ജീവിതം. പ്രിയ സഹോദരങ്ങളെ, ജീവിത സഹനങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. ഏറെ പ്രത്യേകിച്ച് ജീവിത സഹനങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ഏകാന്തതയെക്കുറിച്ച്. ജീവിത ദുഃഖങ്ങൾ ഭാരിച്ചതായി തോന്നുന്നതിനുള്ള പ്രധാന കാരണം ആ ദുഃഖങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടിയിലാണ്, ഏകാന്തതയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും പരാതി ഇതാണ്: എൻ്റെ വേദന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, എൻ്റെ കണ്ണീര് അത് ആർക്കും മനസ്സിലാകുന്നില്ല, എൻ്റെ കണ്ണീര് ഒപ്പിയെടുക്കുവാനായിട്ട്, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് എൻ്റെ സുഹൃത്തുക്കളിൽ ആർക്കും സാധിക്കുന്നില്ല. എൻ്റെ രോഗാവസ്ഥയിൽ, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എനിക്ക് മറ്റു ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഏകാന്തത അത് അതുപോലെ മനസ്സിലാക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല. അതിന് ഒരൊറ്റ ഉത്തരമേ നൽകുവാനുള്ളൂ. നമ്മുടെ ജീവിത ദുഃഖങ്ങളിൽ, നമ്മുടെ സഹനങ്ങളിൽ അത് 100% മനസ്സിലാക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ദൈവം ആരെയും നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് നീ വൃഥാ കരയരുത്. എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല, എൻ്റെ സഹനത്തിൽ ആരുമില്ല, എൻ്റെ കണ്ണീര് കാണാൻ ആരുമില്ല, എനിക്ക് മാത്രമാണ് ഈ വേദനകളെന്ന് പറഞ്ഞിട്ട് കരയരുതെന്നല്ല പറയുന്നത്. പക്ഷേ വെറുതെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം എന്താണ്? ഞാൻ ആവർത്തിക്കുകയാണ്, നിൻ്റെ വേദനകളെ അതിൽ 100% മനസ്സിലാക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ ആരെയും നിയോഗിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നിനക്ക് ആരാണുള്ളത്? നിൻ്റെ വേദനകളെ അതുപോലെ മനസ്സിലാക്കുവാൻ, നിൻ്റെ വേദനകളെ, ജീവിത ദുഃഖങ്ങളെ, നിൻ്റെ കണ്ണുനീരിനെ അതുപോലെ ഒപ്പിയെടുക്കുവാനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തിയാണ് ദൈവം. ആ വ്യക്തിയാണ് നിൻ്റെ യേശുനാഥൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളല്ല മാറ്റേണ്ടത്. നമ്മളെപ്പോഴും നെട്ടോട്ടം ഓടാറുണ്ട്, കൗൺസിലിങ്ങിന് പോകാറുണ്ട്, ധ്യാനത്തിന് പോകുവാറുണ്ട്, പ്രാർത്ഥനാ സഹായം പലരിൽ നിന്നും ആവശ്യപ്പെടാറുണ്ട്. എന്തിനാണ്? എൻ്റെ സഹനങ്ങൾ മാറണം. കാരണം എനിക്ക് സഹനങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. സഹനത്തിലുള്ള ഏകാന്തത അത് ഭയങ്കര ഭാരിച്ചതായിട്ട് അനുഭവപ്പെടുന്നു. ഈശോയെ, എൻ്റെ സഹനങ്ങൾ മാറ്റണമേ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. സഹനമല്ല മാറേണ്ടത്, സഹനത്തോടുള്ള എൻ്റെ മനോഭാവമാണ് മാറേണ്ടത്. സഹനത്തിലെ ഏകാന്തതയെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ വചനത്തിൽ കാണുന്ന ചില ഉദാഹരണങ്ങൾ നമ്മൾ കടമെടുക്കുകയാണ്. ഏറ്റവും ആദ്യമായി ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ എന്ന ജനതയുടെ സഹനത്തെക്കുറിച്ചാണ്. പെട്ടെന്ന് വായിക്കുമ്പോൾ അതൊരു സഹനമാണ് നമുക്ക് മനസ്സിലാകില്ല. കഥ ഇപ്രകാരമാണ്: ഇസ്രായേലിനെ ഒരു അവിശ്വസ്തയായ ഭാര്യയായിട്ടാണ്, സ്ത്രീയായിട്ടാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അവിശ്വസ്തയായ സ്ത്രീയോട് ദൈവത്തിന് വലിയ സ്നേഹമാണ്. ദൈവത്തിന് അവളോട് പ്രണയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? അവളെ വശീകരിച്ച് തൻ്റേതാക്കി മാറ്റണം. മറ്റൊരു ദൈവങ്ങൾക്കും, മറ്റൊരു കപടദേവന്മാർക്കും അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല. അവളെ ഞാൻ തിരഞ്ഞെടുത്തതാണ്. അതിനാൽ ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു: ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോകും, അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. ദൈവം ചെയ്യുന്നത് എന്താണെന്ന് ചിന്തിച്ചു നോക്കിക്കേ. തൻ്റെ സ്നേഹാഭ്യർത്ഥന നടത്തുവാനായിട്ട്, അവളെ വശീകരിച്ച് സ്വന്തമാക്കുവാനായിട്ട് ഈ അവിശ്വസ്തയായ സ്ത്രീയെ ദൈവം എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? മരുഭൂമിയിലേക്ക്, വെറും വിജനപ്രദേശത്തേക്ക്. ഞാൻ ദൈവത്തോട് ചോദിച്ചു പോയിട്ടുണ്ട്, എൻ്റെ ദൈവമേ, നിനക്ക്
പ്രണയാഭ്യർത്ഥന നടത്തുവാൻ അറിഞ്ഞുകൂടെ? സ്നേഹാഭ്യർത്ഥനയുമായിട്ട് ചെല്ലുമ്പോൾ ഒരു നല്ലൊരു അന്തരീക്ഷമെങ്കിലും വേണ്ടേ? സ്നേഹാഭ്യർത്ഥന നടത്തുവാനായിട്ട് മരുഭൂമിയിലേക്കാണോ, വിജനപ്രദേശത്തേക്കാണോ നീ ഈ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് പോകുന്നത്? ദൈവത്തിന് നമ്മളെക്കാൾ അല്പം കൂടെ ബുദ്ധിയുണ്ട്. ദൈവത്തിനറിയാം അവളെ മരുഭൂമിക്ക് പകരം പച്ചയായ പുൽത്തകിടികളിലോ അല്ലെങ്കിൽ പ്രശാന്തമായ ജലാശയങ്ങളിലേക്ക് കൊണ്ടുപോയാൽ അവിടെ മറ്റുള്ളവർ കാണും, അവളുടെ മറ്റു കാമുകന്മാർ കാണും, അവൾ അവരെയൊക്കെ നോക്കും, അവൾ അവളുടെ പിന്നാലെയൊക്കെ പോകും. ദൈവത്തിന് അതിനോട് വലിയ താല്പര്യമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? അവളെ സ്വന്തമാക്കണം. മറ്റാർക്കും വിട്ടുകൊടുക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന് അവളോട് സ്നേഹമാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നു. ഇനിയാണ് രസം. വിജനപ്രദേശത്ത് ചെന്ന് കഴിയുമ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, മറ്റാരുമില്ല. മരുഭൂമിയിൽ ഏകാന്തതയിൽ അവൾക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെ മാത്രമാണ്, ദൈവത്തിൻ്റെ തിരുമുഖം മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും നിത്യജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ആ ഒരു ഏകാന്തതയുണ്ടല്ലോ, ജീവിതത്തിലെ സഹനത്തിലുള്ള ഏകാന്തത, അതിനെ മരുഭൂമി അനുഭവങ്ങളെന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളാണ് ഈ മരുഭൂമികൾ, നമ്മളുടെ ജോലി സ്ഥലങ്ങളാണ് നമ്മുടെ മരുഭൂമികൾ, നമ്മളുടെ രോഗശയ്യകളാണ് ഈ മരുഭൂമികൾ, നമ്മുടെ മരണത്തെ കാത്തുള്ള ചില കിടക്കലുകളുണ്ടല്ലോ, അതൊക്കെയാണ് ചില മരുഭൂമികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മരുഭൂമി അനുഭവങ്ങളിലായിട്ട് എൻ്റെ ദൈവമേ എന്നെ ആരെയും കാണുന്നില്ല, എൻ്റെ കണ്ണുനീരാരും കാണുന്നില്ല, എൻ്റെ വേദന ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് മറ്റു ദൈവങ്ങൾക്ക് പിന്നാലെ നീ പരക്കം പായരുത്. മരുഭൂമിയിലായിരുന്നു കൊണ്ട് നീ ആരെ കാണണം? ദൈവത്തെ കാണണം, ദൈവത്തെ മാത്രം കാണണം. അപ്പോൾ സഹനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ്? നിന്റെ സഹനത്തിൽ അത് 100% മനസ്സിലാക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. ഈ ഭൂമിയിൽ ദൈവം ആരെയും അതിന് നിയോഗിച്ചിട്ടില്ല. അതാണ് സത്യം. എന്തുകൊണ്ട്? ഈ ഭൂമിയിൽ നിന്റെ സഹനത്തെ ഒപ്പിയെടുക്കുവാനായിട്ട് ഏതെങ്കിലും മനുഷ്യൻ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ ദൈവത്തെ കൊണ്ട് വലിയ കാര്യമില്ല, അല്ലേ? നിന്റെ സഹനത്തിൽ നിനക്ക് ആശ്വസിക്കുവാനും നിനക്ക് തണലായി നിൽക്കുവാനുമുള്ള ഒരേ ഒരു വ്യക്തി ദൈവമാകയാൽ നമ്മുടെ മരുഭൂമി അനുഭവങ്ങളുണ്ടല്ലോ, അവിടെ ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാനായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു ഉദാഹരണം, അത് യോനാ പ്രവാചകനാണ്. യോനാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോനാ പ്രവാചകനെ ദൈവം വിളിക്കുന്നു. പക്ഷേ യോനായ്ക്ക് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല. യോന ഒഴിവുകഴികൾ പറഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിന്ന് മാറി നടക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? നമുക്കറിയാം യോനാ പ്രവാചകന് സംഭവിച്ചത് എന്താണെന്ന്. യോനായെ ഒരു വലിയ മത്സ്യം വന്ന് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഈ വലിയ മത്സ്യം വിഴുങ്ങുന്ന യോനായുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നല്ല സുഖകരമായ അവസ്ഥയായിരുന്നോ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ആയിരുന്നുകൊണ്ട് യോന അനുഭവിച്ചത്? അല്ല, മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വീർപ്പുമുട്ടിയാണ് യോന ആയിരിക്കുന്നത്. ചിന്തിച്ച് നോക്കിയേ, നമ്മളൊക്കെ തീർത്തും ഇടം കുറഞ്ഞ ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലേ, എത്രമാത്രം വേദനയായിരിക്കും, എത്രമാത്രം വീർപ്പുമുട്ടലായിരിക്കും, എത്രമാത്രം ശ്വാസം മുട്ടലായിരിക്കും. അപ്പോൾ യോനായെ സംബന്ധിച്ചിടത്തോളം ഈ മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരുന്നു കൊണ്ട് അവൻ ഏകാന്തത അനുഭവിക്കുന്നു. സഹനത്തിലെ ഏകാന്തതയെക്കുറിച്ച് നമ്മളിവിടെ ധ്യാനിക്കുന്നത്. നമ്മുടെയൊക്കെ ഭവനങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ജീവിത പങ്കാളിയും മക്കളും എല്ലാവരും ഉണ്ടായിരിക്കും. പക്ഷേ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ യോന അനുഭവിച്ച തരത്തിലുള്ള ഏകാന്തത ചിലപ്പോൾ സ്വന്തം ഭവനത്തിലായിരുന്നു കൊണ്ട് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കാറുണ്ട്. ഇതിനെയാണ് മത്സ്യോദര അനുഭവങ്ങളെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ജീവിത സഹനങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ അനുഭവിച്ചറിയുന്ന ആ വേദന. പക്ഷേ യോനായ്ക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? യോന ആ വീർപ്പുമുട്ടലിൽ, ആ ഏകാന്തതയിൽ വെച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. ഒന്ന് നോക്കിക്കേ, യോനാ പ്രവാചകന്റെ ജീവിതത്തിൽ അവൻ സ്വദേശത്തായിരുന്നപ്പോൾ, സ്വഭവനത്തിലായിരുന്നപ്പോൾ, എല്ലാവരും ചുറ്റുവട്ടമുണ്ടായിരുന്നപ്പോൾ, എല്ലാ സുഖ സൗകര്യങ്ങളും യോനായ്ക്ക് ചുറ്റുമുണ്ടായിരുന്നപ്പോൾ അവൻ ദൈവത്തെ കണ്ടോ?
ഇല്ല. ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ അവന് സാധിച്ചോ? ഇല്ല. ദൈവത്തെ അവൻ കാണുന്നതും ദൈവത്തോട് കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും എപ്പോഴാണെന്നറിയാമോ? അവൻ്റെ ഏകാന്തതയിലാണ്. ഈ മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരിക്കുന്ന ആ വീർപ്പുമുട്ടലുണ്ടല്ലോ, ആ വീർപ്പുമുട്ടിക്കുന്ന അവസ്ഥയിലാണ് ദൈവത്തെ കാണാനും ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുവാനും യോനാ പ്രവാചകനെ കൊണ്ട് സാധിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ജീവിത സഹനങ്ങളിലായിരിക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ മരുഭൂമിയിലായിരിക്കുന്ന അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ വീർപ്പുമുട്ടുന്ന അവസ്ഥയായിരിക്കാം. അവിടെ നിന്ന് വെറുതെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിൻ്റെ ദൈവത്തെ ദർശിക്കണം. അവിടെ നിനക്ക് ദൈവത്തെ മാത്രമേ ദർശിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി മറ്റൊരു ഉദാഹരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നത് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. അപ്പോൾ ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് ഉലയുന്ന ശിഷ്യന്മാർ അവർ നോക്കുമ്പോൾ അവർക്ക് ചുറ്റും ആരുമില്ല, ഏകാന്തതയാണ്. നോക്കുക, ഇസ്രായേലിന് സംഭവിച്ചത് മരുഭൂമിയിലെ ഏകാന്തതയായിരുന്നു. യോനായ്ക്ക് സംഭവിച്ചത് മത്സ്യത്തിൻ്റെ ഉദരത്തിലെ സഹനവും ഏകാന്തതയുമായിരുന്നു. ഇവിടെ ശിഷ്യന്മാർക്ക് സംഭവിക്കുന്നത് എന്താണ്? കടലിൻ്റെ നടുക്കായിരുന്നു കൊണ്ട് അവർ ഒറ്റപ്പെടുകയാണ്. അത് ജീവിത സഹനമാണ്. ജീവിത സഹനത്തിൽ അവർ അനുഭവിക്കുന്ന ഏകാന്തതയാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? മത്തായി 8:26 അവർ പ്രാർത്ഥിക്കുകയാണ്. ജീവിത സഹനത്തിൽ, ആ ഏകാന്തതയിൽ, ആ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് അവർ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു, കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഉദാഹരണങ്ങളൊക്കെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിത സഹനങ്ങളോടൊപ്പം വരുന്ന മറ്റൊരു ഗിഫ്റ്റാണ് എന്ത്? ഏകാന്തത. അത് ചിലപ്പോൾ മരുഭൂമി അനുഭവങ്ങളായിരിക്കാം, ശ്വാസം മുട്ടിക്കുന്ന വീർപ്പുമുട്ടുന്ന അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന വേദനകളായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, നിൻ്റെ ജീവിത ദുഃഖങ്ങളിൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കാനൊക്കെ കുറച്ച് നാളത്തേക്ക് കുറച്ച് പേരൊക്കെ വരും. പക്ഷെ എപ്പോഴും ആയിരിക്കുവാൻ, എല്ലാ വേദനകളും അതുപോലെ മനസ്സിലാക്കുവാൻ ഈ ഭൂമിയിൽ ആരുമില്ല, തമ്പുരാൻ കർത്താവല്ലാതെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ജീവിത ദുഃഖങ്ങളിൽ കണ്ണു തുറന്ന് ദൈവത്തെ കാണണം, കണ്ണു തുറന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കണം. എനിക്ക് നിങ്ങൾക്കുമൊക്കെ ജീവിത ദുഃഖങ്ങളിൽ പറ്റുന്ന ഒരു ചെറിയ അബദ്ധമുണ്ട്. എന്താണെന്നറിയാമോ? സഹനം വരുമ്പോൾ നമ്മളെല്ലാവരെയും കുറ്റപ്പെടുത്തും, കൂടെയുള്ളവരെ കുറ്റപ്പെടുത്തും, ജീവിത സാഹചര്യത്തെ കുറ്റപ്പെടുത്തും. എല്ലാവരും കുറ്റക്കാർ. ഞാൻ മാത്രം പാവം, ഇങ്ങനെ വേദനയും അനുഭവിച്ച് സഹനവും അനുഭവിച്ച് വീട്ടിലൊറ്റപ്പെട്ട്, നാട്ടിലൊറ്റപ്പെട്ട്, സമൂഹത്തിൽ ആർക്കും വേണ്ടാതെ. പ്രിയപ്പെട്ടവരെ, നീ ആരെ വേണമെങ്കിലും കുറ്റം പറഞ്ഞോ, പക്ഷേ നിന്റെ ദൈവത്തെ മാത്രം ജീവിത ദുഃഖങ്ങളിൽ കുറ്റം പറയരുത്. കാരണം സഹനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിന്റെ ഏകാന്തതയിൽ ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാനാണ്. അപ്പോൾ സഹനങ്ങളെ കൂടുതൽ വേദനാജനകമാക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തെ കുറ്റം പറയുന്ന എൻ്റെ പ്രവണതയാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജോബിൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് പറയുകയാണ്, എന്തിനാ ഇപ്പോഴും നീ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ ഏകാന്തതയിൽ നിനക്കെല്ലാം നഷ്ടമായിരിക്കുന്ന അവസരത്തിൽ എന്തുകൊണ്ട് നീ ദൈവത്തെയും പഴി പറഞ്ഞുകൂടാ? ജോബ് പറയുന്നില്ല, എനിക്കെൻ്റെ ദൈവത്തെ വേണം. അതാണ് യഥാർത്ഥ വിശ്വാസം. അങ്ങനെയാണ് സഹനത്തെ, ജീവിത ദുഃഖങ്ങളിലെ ഏകാന്തതയെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത്. ദൈവത്തെ ഒരിക്കലും പഴിക്കരുത്. നിന്റെ ജീവിത ദുഃഖങ്ങളിൽ അത് 100% മനസ്സിലാക്കുവാനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒരേയൊരു ശക്തിയേ ഉള്ളൂ, അതാണ് നിന്റെ ദൈവം. ജീവിത ദുഃഖങ്ങളിലെ ഏകാന്തതയിൽ നമുക്ക് സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിരൂപരായിട്ട് കാണപ്പെടും. നമ്മെ തന്നെ നോക്കാൻ, നമ്മെ തന്നെ ആസ്വദിക്കാൻ, നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന സത്യം തിരിച്ചറിയുവാൻ പലപ്പോഴും ജീവിത ദുഃഖങ്ങളിൽ നമുക്ക് കഴിയാതെ വരും. അതിനുള്ള ഒരു ഉത്തരമാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാം തിരുവചനം. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായിട്ട് അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം ശ്രദ്ധിക്കണം. ഈശോ പറയുന്നത് ഫലം തരുന്നതിനെയാണ് കൂടുതൽ കായ്ക്കുവാനായിട്ട് ദൈവം എന്ത് ചെയ്യുന്നത്? വെട്ടിയൊരുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ജീവിത സഹനങ്ങളൊക്കെയും ഉണ്ടല്ലോ, ഈ ദുഃഖങ്ങളും ഏകാന്തതകളും ഒക്കെ ഉണ്ടല്ലോ, ഓരോ തരത്തിൽ പറഞ്ഞാൽ
എൻ്റെ തമ്പുരാൻ എന്നെ വെട്ടിയൊരുക്കുന്ന അവസരങ്ങളാണ്. പക്ഷെ അത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ വരും. വെട്ടിയൊരുക്കലുകളോട്, സഹനങ്ങളോട് നമുക്ക് വെറുപ്പാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ കാട് പിടിച്ച് പന്തലിക്കുന്നതിനോടാണ് നമുക്ക് താല്പര്യം. എന്നാൽ വെട്ടിയൊരുക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് ഉചിതമായ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് ഇണങ്ങുന്ന ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. നമുക്കറിയാം, തേയിലക്കാടുകൾ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് റോസച്ചെടികളും. അത് സമയാസമയം അതിനെ കവാത്ത് ചെയ്തില്ലെങ്കിൽ, വെട്ടിയൊരുക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അതൊരിക്കലും ഫലം പുറപ്പെടുവിക്കത്തില്ല. വെറുതെ കാട് പോലെ വളരും. അതിൻ്റെ അടുത്ത് പോകുവാനായിട്ട് ആർക്കും താല്പര്യം പോലും കാണത്തില്ല. പക്ഷേ എന്ത് ചെയ്യും? നല്ല കൃഷിക്കാരായ നമ്മൾ ഓരോരുത്തരും അതിനെ സമയാസമയങ്ങളിൽ ഓരോ സീസണിലും വെട്ടിയൊരുക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള തേയിലക്കാടുകൾക്ക് മുൻപിൽ നിന്ന് ചെറുപ്പക്കാരൊക്കെ ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ പ്രൂൺ ചെയ്ത അല്ലെങ്കിൽ കവാത്ത് ചെയ്ത വെട്ടിയൊരുക്കി നിർത്തപ്പെട്ടിട്ടുള്ള തേയിലക്കാടുകൾക്ക് മുൻപിൽ പോയിരുന്ന് ആരും ചിത്രം പിടിക്കാറില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ വെട്ടിയൊരുക്കുന്ന ചില അവസരങ്ങളുണ്ട്. സഹനങ്ങളിലൂടെ, രോഗാവസ്ഥകളിലൂടെ, വലിയ തകർച്ചകളിലൂടെ. ആ സമയത്തുണ്ടല്ലോ, ഞാൻ നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ഏകാന്തത അത് വാക്കുകളിൽ വിവരിക്കാൻ സാധിക്കാത്തതാണ്. നമ്മൾ വിരൂപരായിട്ട് കാണപ്പെടും. ആർക്കും എന്നെ വേണ്ടാത്ത ഒരു അവസ്ഥയെത്തും. ഏകാന്തതയാണ് ഓരോ വെട്ടിയൊരുക്കലുകളിൽ നമ്മൾ അനുഭവിക്കുന്നത്. അവിടെ ആരെ കാണണം? നിന്നെ വെട്ടിയൊരുക്കുന്ന, നിനക്ക് വേണ്ടി നല്ല പദ്ധതി മാത്രമുള്ള ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ നിനക്കായാൽ അവിടെയാണ് നിൻ്റെ ജീവിത വിജയം എന്ന് പറയുന്നത്. നമ്മളിൽ അമ്മമാരായിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, ഓരോ തവണയും ദൈവം നമ്മളെ വെട്ടിയൊരുക്കുന്നുണ്ട്. ഈശോ പറയുന്ന ഇപ്രകാരമാണ്, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുവചനം: നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈശോ പറയുന്ന ഇപ്രകാരമാണ്, ദുഃഖം വരും, വെട്ടിയൊരുക്കലുകൾ ജീവിതത്തിൽ ഉണ്ടാകും. ആ സമയത്ത് ആരും നിന്റെ ഒപ്പം കാണുകയില്ല. നീ എല്ലാവരാലും വെറുക്കപ്പെടും. ഈശോ പറയുന്നു 21-ാം തിരുവചനത്തിൽ, സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുൻപുള്ള ഏതാനും മാസങ്ങൾ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൽ അതൊരു വെട്ടിയൊരുക്കലിൻ്റെ കാലഘട്ടമാണ്. ശാരീരികവും മാനസികവുമായ നിരവധി ക്ലേശങ്ങളിലൂടെയാണ് ഓരോ അമ്മമാരും കടന്നു പോകുന്നത്. പക്ഷേ ആ വെട്ടിയൊരുക്കലിന് ശേഷം ശിശു ജനിച്ചു കഴിയുമ്പോൾ ഈശോ പറയുന്നത് പോലെ എല്ലാം നമ്മൾ മറന്നു കളയും, എല്ലാ വേദനകളും നമ്മൾ മറന്നു കളയും. എന്നിട്ട് ആ ശിശു ജനിച്ചതുള്ള സന്തോഷത്താൽ നമ്മൾ ഓരോരുത്തരും നിറയുകയും ചെയ്യും. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നല്ല തമ്പുരാൻ നമ്മെ കവാത്ത് ചെയ്ത് വിശുദ്ധീകരിക്കുമ്പോൾ, വെട്ടിയൊരുക്കുമ്പോൾ, എൻ്റെ ഈശോയെ ഇതൊന്നും എനിക്ക് വേണ്ട, സഹനം എനിക്ക് വേണ്ട, സഹനത്തിലെ ഏകാന്തത, സഹനത്തിലെ ഒറ്റപ്പെടിയിൽ അതെന്നെ കൊണ്ട് താങ്ങുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഇതുവരെയും നമ്മൾ വിചിന്തനം ചെയ്തത് ജീവിത സഹനങ്ങളെക്കുറിച്ചും, ജീവിത സഹനങ്ങളിലുണ്ടാകുന്ന ഏകാന്തതയെക്കുറിച്ചും, ആ സഹനങ്ങളിൽ എപ്രകാരമാണ് എൻ്റെ ദൈവത്തിൻ്റെ മുഖം ഞാൻ ദർശിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ്. ഇതൊക്കെ പറയുവാൻ എളുപ്പമാണ് എൻ്റെ അച്ഛാ. ജീവിതത്തിൽ സഹനം വരുമ്പോഴറിയാം അതിൻ്റെ വേദന, അതിൻ്റെ ബുദ്ധിമുട്ട്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ജീവിത സഹനങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഏത് വിധത്തിലുള്ള പ്രാർത്ഥനകളാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്? ഞാൻ പറയും, പരിശുദ്ധാത്മാവിനെ വിളിച്ച് അവിടുത്തെ ഒരു കൃപയായ, അവിടുത്തെ ഒരു ദാനമായ ആത്മശക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു സഹനത്തെയും അനായാസം നേരിടാനും തരണം ചെയ്യുവാനും നമ്മെക്കൊണ്ട് സാധിക്കും. എന്താണ് ആത്മശക്തി? സഭ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: പ്രയാസങ്ങളിൽ ഉറപ്പും നന്മ പിന്തുടരുന്നതിലുള്ള സ്ഥിരതയും. പ്രയാസങ്ങളിൽ ഉറപ്പ്. എന്ത് ജീവിത ദുഃഖങ്ങളായാലും, മരണത്തെ മുഖാഭിമുഖം കാണുന്ന അവസ്ഥയാണെങ്കിൽ പോലും അവിടെ തളരാതെ, തകരാതെ, സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിലനിൽക്കുന്നതിനെയാണ് ആത്മശക്തി എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, എൻ്റെ ജീവിത ദുഃഖങ്ങളിൽ എന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഇങ്ങോട്ട് വരുന്നവരെ അങ്ങോട്ടേക്ക് ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞാൽ അത് ആത്മശക്തിയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളിലും, എല്ലാ ഏകാന്തതകളിലും
നമുക്ക് ശക്തി പകരുന്ന പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഓ ആത്മാവേ, ഞങ്ങളിൽ ആത്മശക്തി നൽകണമേ. കുരിശുമായിട്ട് യാത്ര ചെയ്തു പോയ യേശുനാഥൻ, അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് ജെറുസലേമിലെ സ്ത്രീകൾ വരുന്നുണ്ട്. പക്ഷേ ഈശോ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് ആശ്വസിപ്പിക്കാൻ വന്നവരെ ഈശോ അങ്ങോട്ടേക്ക് ആശ്വസിപ്പിക്കുന്നു. അതാണ് ആത്മശക്തി എന്ന് പറയുന്നത്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു നിമിഷം കണ്ണുകൾ അടച്ച് മൗനമായി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിത ദുഃഖങ്ങളിലെ ഏകാന്തതകളിൽ, ഞങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തുന്ന അവസരങ്ങളിൽ ഞങ്ങൾക്ക് ആത്മശക്തി നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഹനങ്ങളിൽ സ്ഥിരതയോടുകൂടി ആയിരിക്കുവാനും ഹൃദയത്തിൽ എപ്പോഴും ആനന്ദത്താൽ നിറയുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.